നമസ്കാരം കൗമുദിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രുചിക്കൂട്ടുകൾ തേടിയെത്തിയിരിക്കുന്നത് എറണാകുളത്തുള്ള നളിനി മേനോന്റെ വീട്ടിലാണ്. എനിക്ക് തോന്നുന്നു ഈ പേര് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും. പക്ഷേ ഇന്ന് സ്വന്തം അമ്മ എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാം പേജിലൂടെയൊക്കെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അമ്മയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. സ്വാഗതം അമ്മ. സ്വാഗതം. എനിക്ക് തോന്നുന്നു അമ്മ ഓണത്തിന് വന്ന് അമ്മയുടെ വിഭവങ്ങളെല്ലാം കൗമുദിയിലൂടെ പ്രേക്ഷകർ കണ്ടു, ഭയങ്കര ഹിറ്റായിരുന്നു. എന്തായിരുന്നു അമ്മയെ പ്രേക്ഷകർ കണ്ടിട്ട്? കുറെ ആളുകൾ വിളിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതെനിക്കും വളരെ സന്തോഷം. അതെ, നമുക്ക് ഒരുപാട് സന്തോഷം വീണ്ടും. കാരണം അമ്മ ഓണത്തിന് കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളാണ് നമുക്ക് തന്നതെങ്കിൽ അതേപോലെ തന്നെ മറ്റു കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ടാണ് ഇന്ന് അമ്മ നമ്മുടെ കൂടെ ചേരുന്നത്. അമ്മ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മളിപ്പോൾ ആദ്യം തന്നെ ഇഡലി ഫ്രൈ ചെയ്ത് ഒരു പലഹാരമാണ്. ഇഡലി ഫ്രൈ എന്ന് വിളിക്കാം. ഇഡലി ഫ്രൈ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാം വീട്ടിലുള്ളൊരു സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കുന്നതാണ്. ഈ അധികം വരുന്ന ഇഡലി വെച്ച് ഇത് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു. രാവിലത്തെ ഇഡലി പലഹാരമായി, വൈകുന്നേരത്തെ ഫ്രൈ പലഹാരമായി. അപ്പൊ രാവിലെ ഇഡലിയായി, വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അതുമായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു എത്ര ഇഡലി ഉണ്ട് അമ്മ? ഇത് ഇപ്പൊ ഒരു 4 ഇഡലി എടുത്തു. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയല്ലേ അമ്മ? ആദ്യം ഇന്ന് നമ്മളൊരു 4 ഇഡലി എടുത്തിട്ടുണ്ട്. ഇഡലി വേണം, പിന്നെ ഇഡലി വേണം. അത് കഴിഞ്ഞിട്ട് അത് വറക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെളിച്ചെണ്ണ വേണം, കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്നിയുടെ പൊടിയുണ്ട്, ദോശപ്പൊടി. അതിലേക്ക് ഇഡലി വറുത്തത് കോരിയിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കടുകും മുളകും കരിവേപ്പിലയും കൂടി വറുത്തതിലേക്ക് ഇടുക. ഇൻഗ്രീഡിയൻസ് കുറച്ച് സാധനമുള്ളൂ. ഇഡലി ഉണ്ട്, കടുകുണ്ട്, വെളിച്ചെണ്ണ, കറിവേപ്പില, പിന്നെ ഇഡലിപ്പൊടി. അല്ലേ? നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഡലിപ്പൊടി വെളിച്ചെണ്ണ ചാലിച്ച് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ വിവരങ്ങൾ നമ്മൾ പറയാം. അപ്പൊ അമ്മ, നമ്മൾ എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? അത് ഇഡലി വറക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുപ്പ് കത്തിച്ചാലോ? അപ്പൊ നമ്മൾ ആദ്യം ഇഡലി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഡലി ഇനിയും വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ. ഈ ഇഡലി പൊടിയിൽ ഫ്രൈ ചെയ്യണം അമ്മ പറഞ്ഞല്ലോ. ആ ഇഡലി പൊടിയും അമ്മ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. വെളിച്ചെണ്ണ ഒന്ന് മൂക്കണം അല്ലേ? നോക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ ഇഡലി നറുക്കിയെടുക്കാം. ഓക്കെ. നമ്മൾ ഈ ഇഡലി പൊടി എന്ന് പറഞ്ഞല്ലോ അമ്മ. അപ്പം അതിന് എന്തൊക്കെയാണ് നമ്മൾ അമ്മയുടെ ഇഡലിപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിൽ കുറച്ച് സാമ്പാറിന്റെ പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ അത് രണ്ടും കൂടി ഒന്ന് മൂത്ത് ചീൻചട്ടി മൂത്ത് വരുമ്പോൾ കുറച്ച് കരിവേപ്പില ഇടുക, കുറച്ച് കായത്തിന്റെ പൊടി, കുറച്ച് കുരുമുളക്. എല്ലാം കഴിഞ്ഞ് ഓഫാക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതാണ് അമ്മയുടെ ഇഡലിപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഡലിപ്പൊടി ഉപയോഗിച്ചാണ് ഞാൻ രാവിലെ സത്യം പറഞ്ഞാൽ ഇവിടെ ഷൂട്ടിന് വന്നിട്ട് ഇവിടുത്തെ ഇഡലിപ്പൊടിയും കൂട്ടി കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കണ്ണു അടച്ച് പറയാൻ പറ്റും, ഭയങ്കര സ്വാദായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഡലിപ്പൊടി. അപ്പോൾ ആ റെസിപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇഡലി ഫ്രൈഡോട് ഇഡലിപ്പൊടിയുടെ റെസിപ്പി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 4 ഇഡ്ഡലി എടുത്ത് നല്ല രസമായിട്ട് അമ്മ കട്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. അതെ. അതുപോലെ തന്നെ ഞാൻ ഇഡലിപ്പൊടിയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയുടെ ഇഡലി എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ? സോഫ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുതെ, നമ്മളിപ്പോൾ ടി വിയിലൊക്കെ എല്ലാവരും പറയും വെറുതെ പറയുന്നതാണോ ചോദിക്കുക. അല്ല, ഇത്രയും സോഫ്റ്റായിട്ടൊരു ഇഡലി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അത്രയും സോഫ്റ്റും അത്രയും ടേസ്റ്റി ആയിരുന്നു. അമ്മ, ഈ ഇഡലി പറഞ്ഞമ്മ ഈ മാവിൻ്റെ രഹസ്യം കൂടെ ഒന്ന് പറഞ്ഞു തന്നെ. ഈ മാവ് ഇഡലി പൊന്നി 1 ഗ്ലാസ്, അല്ല ഇപ്പോൾ 2 ഗ്ലാസ് വേണ്ടെടുത്തും 3 ഗ്ലാസ് വേണ്ടെടുത്തും അതനുസരിച്ച് ഇടാം. എനിക്ക് 1 ഗ്ലാസ് മതി. അതിലൊരു 1/4 ഗ്ലാസ് ഉഴുന്ന്. 1 ഗ്ലാസ് ഇഡലി പൊന്നി എന്ന് പറഞ്ഞ അരിയാണ് കേട്ടോ. ഇഡലി പൊന്നി എന്നാണ് ആ അരിയുടെ പേര്. അപ്പൊ അതെടുക്കുക. നമ്മൾ അതിലേക്ക് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. 1/4 ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ട് കാലത്ത് നല്ലോണം അരച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇഡലിയായി. ഒരു റെസിപ്പി തന്നെ ഇഡലിയുടെ റെസിപ്പി ഞങ്ങൾ പറഞ്ഞു തന്നു, ഇഡലി പൊടിയുടെ റെസിപ്പി പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു എണ്ണ മൂത്തും തോന്നുന്നു അല്ലേ അമ്മ? ഇട്ടോട്ടെ. അതിലേക്ക് നമ്മൾ പീസ് ചെയ്ത് വെച്ച ഇഡലി, ശബ്ദം കേൾക്കാമോ? കിരുമിരുന്നാണ്. നമ്മൾ ഇഡലി ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ഒരു വാസന. ഇതെങ്ങനെയാമ്മ ഈ ഇഡലി ഈ ഒരു റെസിപ്പിയിലേക്ക് അമ്മ എത്തിയത്? എങ്ങനെ ഇഡലി ഫ്രൈ എന്നുള്ളത്? ഇത് ഞാൻ എങ്ങനെയാണെന്നറിയോ? എൻ്റെ ചേട്ടൻ്റെ മകളുടെ ഹസ്ബൻഡുണ്ട്. ആ കുട്ടി തൃശ്ശൂർക്കാരാണ്. അവിടെ കുറച്ചധികം പലഹാരങ്ങൾ അറിയണ ആളുകളുണ്ട്. ബാലു എന്നാണ് ആ കുട്ടിയുടെ പേര്. ബാലുവിൻ്റെ അച്ഛനും ഭയങ്കരമായിട്ട് കുക്കിംഗ് ചെയ്യണ ആൾക്കാരാണ്. അവർ പറഞ്ഞു തന്നിട്ട് ബാലു എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് അമ്മയ്ക്ക് എന്താ പറയുക, അമ്മയുടെ ഒരു മരുമകൻ കിട്ടിയ റെസിപ്പിയാണ്.
ശരിക്കും ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ വീട്ടിലൊക്കെ ഇഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ എല്ലാ ആഴ്ച നമുക്ക് ഇഡലി കഴിക്കുമ്പോൾ ഒരു മടുപ്പ് ഇല്ലേ അമ്മ? കുറേ ആളുകൾക്ക് ഇഷ്ടമല്ല, ചിലർക്ക് വലിയ ഇഷ്ടമാണ് ഇത്. എന്നാലും ഇത് എനിക്കൊന്ന് പുതിയൊരു വെറൈറ്റി ഐറ്റം ആണ്. അതെ, സിമ്പിളാണ് അല്ലേ? അതാണ് സിമ്പിളാണ്, കേടാവാത്തതുമാണ്. നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാം. അതെ. അപ്പോൾ ഒരു വിഭവം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ? ഇഡലി നല്ല സോഫ്റ്റ് ആണ്. ഇത് ശരിക്കും ഒന്ന് ഫ്രൈ ആവണോ അമ്മ? ഒരു മതി, അത് നമുക്ക് കാണാമല്ലോ ഒന്ന് മൂത്ത് വരണത്. ഓ, ആ പച്ച ഇഡലിയുടെ സ്വാദൊന്നും മാറണം. അപ്പോൾ ഇഡലി ഫ്രൈ എന്ന പേരെങ്കിലും ആ ടേസ്റ്റ് ഇഡലിയുടെ ഒന്ന് മാറി വരണം നമ്മൾ പറയുന്നത്. അതെ, നമ്മൾ എറണാകുളത്താണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് തൃശ്ശൂരിൽ നിന്നാണ് അമ്മയ്ക്ക് റെസിപ്പി കിട്ടിയത്. നമ്മൾ പക്ഷേ ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. അതെ. അമ്മയുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ ജയനില്ലാത്തതുകൊണ്ട് ഇത്തിരി സാവധാനമാണ്. എനിക്കറിയില്ലല്ലോ. എനിക്കൊന്ന് ജയൻ എന്ന് പേര് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അമ്മയുടെ മകനാണ്. ഇവർ രണ്ടും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇഡലി ഒന്ന് ഫ്രൈ ആക്കി ഞാൻ കോരി മാറ്റും ഇതിലേക്കില്ല. ഓക്കെ. നമ്മളപ്പോൾ ഇഡലി ഒന്ന് ഫ്രൈ ചെയ്ത് കോരി എടുക്കുകയാണേ ആ വെളിച്ചെണ്ണയിൽ നിന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ മിക്ക കറിയിൽ ഈ വെളിച്ചെണ്ണയുടെ ഒരു അല്ലേ മണം. അതെ, വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇടുമ്പോൾ തന്നെ. പണ്ടൊക്കെ എല്ലാവരും പറയും കുറച്ച് വെളിച്ചെണ്ണ വന്നു, പക്ഷെ ഇപ്പൊ പറയുന്ന വെളിച്ചെണ്ണയൊക്കെ കുടിക്കുക വരെ ചെയ്യും. അത്ര നല്ലതാന്ന് പറയുന്നു. അതെ. അമ്മയ്ക്ക് ഇഡ്ഡലിയാണോ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ്? എനിക്കിഷ്ടം. ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ വയറിനും നല്ലതാണ്. അതെ, വളരെ നല്ലതാണ്. അതെ, അത് നല്ല ഇഡ്ഡലിയാണെങ്കിൽ നല്ല സ്വാദം. അതെ, ഇത് ഭയങ്കര നല്ല ഇഡ്ഡലിയായിരുന്നു ഇവിടുത്തെ. ഇനിയിപ്പോൾ നമ്മൾ ഓഫാക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇഡലി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇഡലിനെ പീസാക്കി നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തോ അമ്മ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? ഇതിലേക്ക് ചട്നിപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. ഏത് ഇഡലിയിലേക്ക്? ആ വറുത്ത ഇഡലിയിലേക്ക്. അപ്പോൾ നമ്മൾ ചട്നിപ്പൊടിയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാമോ? ചട്നിപ്പൊടിക്കകത്ത് എന്തൊക്കെയാ? ചട്നിപ്പൊടിക്ക് ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ, അളവൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ ആളുകളെ പോലെയാണ് കേട്ടോ, ഞാനൊരു ചെറിയ ഗ്ലാസ്സിൽ പരിപ്പ്, സാമ്പാറിൻ്റെ പരിപ്പിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അത്രയും തന്നെ ഉഴുന്നിടുക. അത് മൂത്ത് വരുമ്പോൾ മുളക് പൊടി അവസാനം ഓഫാക്കിയിട്ട് ഇടാൻ പാടും. കുറച്ച് കരിവേപ്പില, കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു 5-6 കുരുമുളക് പൊടി ഇട്ട് മൂത്തിട്ട് വരുമ്പോൾ ഓഫാക്കിയിട്ട് മുളക് പൊടി ഇടുക, ഉപ്പിട്ട് ഇളക്കിയിട്ട് പൊടിക്കുക. ഇത്ര തന്നെയുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് ഈ ഇഡ്ഡലിപ്പൊടി. കാരണം എനിക്ക് തോന്നുമ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടുതൽ കടയിൽ നിന്ന് അങ്ങ് വാങ്ങിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയും ഹെൽത്തിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെക്കണം. ഇടാം അമ്മ. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടാക്കി പൊടിച്ച ഇഡ്ഡലിപ്പൊടിയാണ്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി എന്ത് ചെയ്യണം അമ്മ? മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യണമെന്ന്. ഇതിനെ നമ്മൾ ഈ ഇഡ്ഡലിപ്പൊടിയിൽ നന്നായിട്ട് ഇഡലി ഇങ്ങനെ ഒരു കുതിർന്ന് വരുന്നൊരു ഫീല് നന്നായിട്ട് മിക്സ്. ഇങ്ങനെ തന്നെ എടുത്ത് വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ. കാരണം ആ ഇഡലിയിൽ നിന്നുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിങ്ങനെ ഊറി വന്നിട്ട് ഇഡലിയിൽ ഈ പൊടി അങ്ങ് മിക്സായി. നമ്മൾ നോർമലി ഈ ഇഡലിപ്പൊടിയിലേ വെളിച്ചെണ്ണ ചാലിക്കുകയാണ്, പക്ഷേ ഇതിപ്പോൾ വേണ്ട, അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇനി എന്നാ അടുത്ത സ്റ്റെപ്പ്? ചീനച്ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ 2-3 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് അതും കരിവേപ്പിലയും കൂടി എടുത്ത് വറുത്തിട്ട് അതിലേക്ക് കൊട്ടുക. നമുക്കത് ചെയ്താലോ അമ്മ? ചെയ്യാലോ. അപ്പോൾ നമ്മൾ ഇനിയും വീണ്ടും നമ്മൾ ഓൾറെഡി അടുപ്പ് ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇഡലിയിൽ നമ്മൾ ഇഡലിപ്പൊടി മിക്സ് ചെയ്ത് നമുക്ക് ഓൾറെഡി ഇഡലി വറുത്ത കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. അതെ, ആ എണ്ണയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ചൂടായിക്കോട്ടെ. നല്ല മണം ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ ഇഡലിപ്പൊടിയുടെയും, അല്ലേ അമ്മ? ശരിക്കും ഇഡലിപ്പൊടിയൊക്കെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തു വെക്കാവുന്ന കാര്യം തന്നെയാണ്. നല്ലതുമല്ലേ, വയറിന് നല്ലത്. അതെ, വയറിന് നല്ലതാണ്. കായവും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്, വയറിനും നല്ലതാണ്, കേടാവുകയില്ല. എത്ര നാൾ വേണേലും സൂക്ഷിക്കാം. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഈ ബിസി ലൈഫിൽ നമുക്കൊരു ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എടുക്കാമല്ലോ. അതെ, കടുക് നമ്മുടെ മലയാളികളുടെ അല്ലേ മിക്ക ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അതും ഇതുപോലെ പറഞ്ഞ പോലെ ഹെൽത്തിയാണ്, വയറിന് നല്ലതാണ്. അത് തന്നെ. അപ്പം നമ്മൾ കടുക് ഇട്ട്, ഇത് ഞാൻ പറഞ്ഞല്ലോ ബാക്കി വന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിലേക്ക് കടുക് നല്ല പൊട്ടുമ്പോൾ 3 ഉണക്കമുളകും കൂടി ഇടുക. അതൊന്ന് മൂക്കുമ്പോൾ കരിവേപ്പില ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് പൊട്ടും. ഉണക്കമുളക് തന്നെയാണ് അല്ലേ? മറ്റേ മുളക് നമ്മൾ ഇല്ല.
ചിലർക്കൊരു സംശയം വരും ഇനി പച്ചമുളക് മതിയോ എന്നൊക്കെ. അല്ല, ഉണക്കമുളക് തന്നെ വേണം. ഉണക്കമുളക് തന്നെ വേണം. എരി അനുസരിച്ചാണ് കേട്ടോ. അമ്മ പറഞ്ഞില്ല ഓരോ വീട്ടിലും എരിയും ഇല്ലേ അമ്മ? അതെ, മധുരവും ഒക്കെ ഓരോരുത്തരുടെ വ്യത്യാസം, എണ്ണത്തിലും വ്യത്യാസമാണ്. അത് തന്നെ. അമ്മ നിറയെ കറിവേപ്പിലേക്ക് ഇടും, കാരണം ആ കറിവേപ്പിലയുടെ മണവും രുചിയും നല്ലൊരു ഫ്ലേവർ. അതെ അതെ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാവുമ്പോൾ അതെ കൂടുതൽ അതിലൊന്നും ഇതില്ലല്ലോ. കാരണം ഇപ്പൊ പറയാറില്ല കറിവേപ്പിലക്കകത്തൊക്കെ വിഷമാണെന്ന് പറഞ്ഞിട്ട്. അതാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇത് ശരിക്കും രാവിലെയും കഴിക്കാം അല്ലേ? സ്നാക്കാന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും കഴിക്കാൻ പറ്റും. അല്ല, നമുക്കിപ്പോൾ സൗകര്യമുള്ളപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ കാലത്ത് വേണമെങ്കിൽ എടുക്കാമല്ലോ. ചീത്തയാവില്ല. അതെ അതെ, അമ്മ തുടക്കത്തിൽ പറഞ്ഞത് ചീത്തയാവില്ല എന്നുള്ള കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു കറിവേപ്പില ഇട്ടാലോ അമ്മ കടുവ് നല്ല പൊട്ടി നന്നായിട്ട് പൊട്ടി തെറിക്കുന്നുണ്ട് മേലിലോട്ട്. മുഖമൊക്കെ ഇച്ചിരി മാറ്റി പിടിച്ചിട്ട് ഇട്ടോ അമ്മ. ഇപ്പോഴത്തെ ഒരു മണം ഉണ്ടല്ലോ ഈ കറിവേപ്പിലയും മുളകൂടൊക്കെ ഫ്രൈ ആയി വരുന്നതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം, ഉറപ്പായിട്ടും. ഈസിയാണ്. അതെ അതെ, ഇഷ്ടമായ നമ്മുടെ അടുത്ത് പറയണം. ഇത് ശരിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാം. ഇഡ്ഡലിയൊക്കെ പിള്ളേർക്ക് ഒരു മടി ഉണ്ടാവുള്ളൂ കഴിക്കാനൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പുതിയൊരു വിഭവമാണ്. അതെ അതെ അതെ. ഇത് ഇടാറായോ അമ്മ? ഇത് ഇങ്ങോട്ട് ഇട്ടാൽ മതി തിരിച്ച്. ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് കടുക് വറുത്ത് ഇതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടി വറുത്ത് കൂട്ടി ഇതിലേക്ക് കൂട്ടുക. അപ്പം ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യണം, അതിനൊന്ന് തണുക്കണം. ആ സമയത്ത് അമ്മ ഒന്ന് പറഞ്ഞ് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു ഇതിന് വേണ്ടത്? ഒരു 4 ഇഡലിപ്പൊടി, അതിനെ വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കരിവേപ്പില, ഉണക്കമുളക് കൂടി മൂപ്പിച്ച് ഇഡലിയിലേക്ക് കൊട്ടുക. വറുത്ത ഇഡലിയിലേക്ക്. സിമ്പിൾ. ഞാൻ പറയട്ടെ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പഠിച്ചോ നിങ്ങളെല്ലാവർക്കും സംശയം കണ്ടു. നമ്മൾ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഡലി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അല്ലേ അമ്മ? പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഇഡലിപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തു. പിന്നെ കടുക് വറുത്തു. കടുക് വറുക്കുമ്പോൾ എന്തൊക്കെയാണ്? കടുക്, കറിവേപ്പില, ചുവന്ന മുളക്. അതിന് ഇതിലേക്ക് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ കൊട്ടിയിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിച്ച് നോക്കാം അല്ലേ? കഴിച്ച് നോക്കാം. ചൂട് ഊതി കഴിക്കും. ആ സോഫ്റ്റ് ഇഡലിയിലോട്ട് ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെ സ്വാദും ഒക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മ താങ്ക് യു സോ മച്ച്, ഇത്രയും നല്ല ഈസി ആയിട്ടുള്ള വിഭവം പരിചയപ്പെടുത്തിയതിന്. അപ്പം ഇനി അമ്മയുടെ ഒരു വിഭവമാണോ നിങ്ങൾ ചോദിക്കും. അല്ല, ഇനിയും ഒരുപാട് നല്ല നാടൻ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അപ്പം ഇനിയും നിങ്ങൾ കാത്തിരിക്കുക കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്.